Hello friends, welcome back to Kitchen Delites. നമ്മൾ ഇന്നൊരു അടിപൊളി മീൻ പൊള്ളിച്ചതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സാധാരണയായിട്ട് കരിമീൻ, ചെമ്പല്ലി അതുപോലത്തെ വലിയ മീനൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഏത് മീൻ വെച്ചിട്ട് വേണമെങ്കിലും ഇത് ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ കിളിമീൻ വെച്ചിട്ട്, ചെറിയ കിളിമീൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് മീൻ പൊള്ളിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു 6 ചെറിയ കിളിമീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ് ഇതെല്ലാം ചേർത്ത് സാധാരണ മീൻ വറുക്കുന്നത് പോലെ തിരുമ്മി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ മീൻ വറുക്കുന്ന പോലെ അത്രയ്ക്ക് അങ്ങോട്ട് മൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് 2 സൈഡും ഒന്ന് ഫ്രൈ ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ വെച്ച് കൊടുക്കുക. ഒരു ഏകദേശം ഒരു 1 മിനിറ്റ് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പൊടിഞ്ഞു പോകാത്ത രീതിയിൽ ജസ്റ്റ് ഒന്ന് വറുത്ത് കിട്ടിയാൽ മതി. 2 സൈഡും മറിച്ചിട്ട് ഫ്രൈ ചെയ്യുക. ഒരു സൈഡ് ഏകദേശം ഒന്ന് മൊരിഞ്ഞ് കിട്ടുമ്പോഴേക്കും നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 സൈഡും ഒരുവിധം മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കിതിനി പാനിൽ നിന്ന് മാറ്റാം. ഇനി ഇതേ പാനിൽ തന്നെയാണ് നമ്മൾ മസാല ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മീനിൻ്റെ ചെറിയൊരു ഫ്ലേവർ നമ്മുടെ മസാലയ്ക്ക് കിട്ടും. അപ്പോൾ ഇതിലേക്ക് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി 2 മീഡിയം സൈസുള്ള സവോള ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തത്. അത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. കുറച്ച് സമയം എടുത്ത് തന്നെ ഈ സവോള നമ്മൾ വഴറ്റിയെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പതിയെ വഴറ്റിയെടുത്താൽ മതി. സവോള വഴന്നു വരുന്ന നേരം കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ റെഡിയാക്കാനുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, അതുപോലെ ഒരു 5-8 ചുവന്നുള്ളി. ഇത്രയും സാധനങ്ങൾ നമ്മൾ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം, അല്ലെങ്കിൽ മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. ഇതിപ്പം മിക്സിയുടെ ജാറിലോട്ട് ഞാൻ മാറ്റുവാണ്. ഇതിലേക്ക് ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു വലിയ പച്ചമുളകാണ്. ഇനി ഒന്ന് അരച്ചെടുക്കാം. ഒരുപാട് പേസ്റ്റ് ഒന്നും ആക്കണ്ട, ഇതുപോലെ തരിതരിയായിട്ട് അരിച്ചെടുത്താൽ മതി. ഇനി ആ അരച്ചെടുത്തതും കൂടെ നമ്മുടെ ഈ സവോളയിലോട്ട് ചേർത്ത് കൊടുക്കാം. സവോള ഓൾമോസ്റ്റ് ഒരു ഹാഫ് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ചേർത്തതിന് ശേഷം പച്ചമണമൊക്കെ ഒന്ന് മാറി വരാൻ വേണ്ടിയിട്ട് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഈ പച്ചമണം ശരിക്കും മാറിയിട്ടുണ്ടായിരിക്കണം. നന്നായിട്ട് സോട്ട് ചെയ്യണം. ആ ഒരു റോ ടേസ്റ്റ് ഒരിക്കലും ഉണ്ടാവരുത്. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ നമ്മുടെ സവോളയാണെങ്കിലും നന്നായിട്ട് ക്ഷമയോടുകൂടി തന്നെ വഴറ്റിയെടുക്കണം. ഇതെല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ആവശ്യമുണ്ടെങ്കിൽ എണ്ണയൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിൻ്റെ ആ മണമൊക്കെ മാറി വരണം. അതേപോലെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ മുളക് പൊടി ഞാൻ വളരെ കുറച്ചാട്ടോ ചേർത്തിരിക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചേർക്കാം. ഒരു നുള്ള ഉലുവാപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഏകദേശം ഒരു 1/4 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു വലിയ തക്കാളിയാണ്. അത് ചെറുതായിട്ട് ക്യൂബ്സായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതൊരു ചെറിയൊരു കഷ്ണം കൊടംപുള്ളിയാണ്. അപ്പോൾ ഈ ഒരു കൊടംപുള്ളി ഞാൻ നേരത്തെ ഇത് സോക്ക് ചെയ്ത് വെച്ചിരുന്ന വെള്ളമാണ്. ചെറിയൊരു കഷ്ണം കൊടംപുള്ളി സോക്ക് ചെയ്ത വെള്ളം. അപ്പോൾ ഈ കൊടംപുള്ളിയുടെ നീരും കൂടെ ഇതിലേക്ക് ചേർത്ത് ഈ തക്കാളി ഇനി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മളിതൊരു ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഉപ്പും ചേർത്ത് ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് തക്കാളി നന്നായിട്ട് വഴറ്റിയെടുക്കണം. തക്കാളി വേവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് വറ്റിച്ചെടുക്കാനുള്ളതാണ്. തക്കാളി ഒന്ന് കുക്കാവാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വെള്ളം ഒഴിച്ചത്. അപ്പോൾ ഇത് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. വെള്ളമെല്ലാം വറ്റി നമ്മുടെ തക്കാളിയൊക്കെ നല്ല കുഴഞ്ഞ പരുവായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം വരെ നമ്മളിത് വഴറ്റിയെടുക്കണം. റെഡിയായി കഴിയുമ്പോഴത്തേക്കും പയ്യെ എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴത്തേക്കും നമ്മൾ ഇതിലേക്ക് ഇനി ചേർക്കാൻ പോകുന്നത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. ഇതൊരു 1/4 കപ്പ് മുതൽ ഒരു 1/2 കപ്പ് വരെ തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിൽ മാത്രമേ വെക്കാൻ പാടുള്ളൂ കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഇത് ഒരുപാട് അങ്ങ് പറ്റിക്കൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് തേങ്ങാപ്പാലൊന്ന് നന്നായിട്ടൊന്ന് ചൂടായാൽ മതി. അപ്പോഴത്തേക്കും തന്നെ ഇത് വറ്റി തുടങ്ങുകയും ചെയ്യും. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഉപ്പ് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. ഇനി ഇത് ഓഫ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു ചെറിയ കഷ്ണം വാഴയില എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വാട്ടിയെടുക്കണം കേട്ടോ. ഇല വാട്ടാനായിട്ട് വിട്ടു പോകരുത്, ഇല്ലെങ്കിൽ നമ്മൾ മടക്കുന്ന സമയത്ത് അത് പൊട്ടിപ്പോവും. അതിലേക്ക് നമ്മുടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാല ഒരു ലെയർ ഞാൻ താഴെ ഇടുവാണ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ മസാലയ്ക്കകത്തോട്ട് നമുക്ക് മീൻ വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ ചെറിയ മീനാണല്ലോ, അതുകൊണ്ട് ഞാനൊരു 3 മീൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ മീനിൻ്റെ പുറത്തും കൂടെ നമുക്ക് ഒരു ലെയർ മസാല വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പുറത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ വെച്ച് കൊടുക്കാം. വേണമെങ്കിൽ തക്കാളിയൊക്കെ സ്ലൈസ് ചെയ്തതും അതുപോലെ സവോള സ്ലൈസ് ചെയ്തതൊക്കെ വെച്ചാൽ നല്ലതായിരിക്കും. ഇനി ഇത് നമുക്ക് മടക്കി വയ്ക്കാം.
ഇതിപ്പോൾ ചെറിയൊരു പൊതി ആയതുകൊണ്ട് നമ്മളിത് കെട്ടണം എന്നൊന്നുമില്ല, സാധാരണ കെട്ടിയൊക്കെയാണ് വെക്കാറ്. വേറൊരു പാനിലോട്ട് ഞാൻ കുറച്ച് എണ്ണ തേച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പൊതി ഇതിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ ആ തുറന്നിരിക്കുന്ന ഭാഗം താഴോട്ട് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. ഞാൻ വീണ്ടും ഒരു ലെയറും കൂടെ കവറിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഓരോ സൈഡും മിനിമം ഒരു 10 മിനിറ്റ് എങ്കിലും കുക്ക് ചെയ്യണം, എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. കണ്ടോ, ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണിത്. ആ വാഴയിലയുടെ ഫ്ലേവറൊക്കെ നമ്മുടെ മീനിലേക്കും മസാലയിലോട്ടൊക്കെ ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റിയാണ്. പക്ഷേ ആ ഒരു ഫ്ലേവർ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് ഇത് പൊള്ളിച്ചെടുക്കണം. അതായത് ഒരു 10 മിനിറ്റെങ്കിലും ഒരു സൈഡ് പൊള്ളിച്ചെടുക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്